ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി, വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി, നിത് നിത് കർമാക്കന ചോരെ ഗോപി മനഹാരി, നിത് നിത് കർമാക്കന ചോരെ ഗോപി മനഹാരി, ഹരി സുന്ദര നന്ദ മുകുന്ദ ഹരി നാരായണ ഹരി ഓം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ മറ്റൊരു പേരാണ് വനമാലി. വനമാല അണിഞ്ഞവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഒരിക്കലും വാടാത്ത അതിവിശിഷ്ടമായ മാലയാണ് വനമാല. വനമാലയെക്കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ കുന്തി ദേവിക്ക് ഒരാഗ്രഹം ഉണ്ടായി. തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ ഒന്ന് കാണണമെന്ന്. കൊച്ചുകുട്ടിയായ അർജുനനെയും കൂട്ടി കുന്തി ദേവി അന്നു തന്നെ മധുരയിലേക്ക് പുറപ്പെട്ടു. കാടും മലയും താണ്ടി മധുരയിലെത്തിയപ്പോഴാണ് കുന്തി ദേവി അക്കാര്യം അറിഞ്ഞത്. ഉണ്ണിക്കണ്ണൻ അവിടെയില്ല. അമ്മാവനായ കംസനെ ഭയന്ന് പിറന്ന ഉടനെ തന്നെ അവനെ അമ്പാടിയിലെ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ, ഇനി കണ്ണനെ കണ്ടിട്ട് തന്നെ കാര്യം. ഇങ്ങനെ വിചാരിച്ച കുന്തി ദേവി അമ്പാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ കയ്യിൽ പണവുമില്ല. മറ്റൊരു വഴിയും കാണാതിരുന്ന കുന്തി ദേവി പോകുന്ന വഴിക്ക് കാട്ടിൽ നിന്ന് താമര, മുല്ല, പിച്ചകം തുടങ്ങിയ പൂക്കളെറുത്ത് നല്ലൊരു മാല കെട്ടിയുണ്ടാക്കി. എല്ലാ ഋതുക്കളിലും പൂക്കുന്ന പൂവുകൾ ആ മാലയിലുണ്ടായിരുന്നു. അമ്പാടിയിൽ ചെന്ന് കയറിയതും കുന്തി ദേവിയുടെയും അർജുനൻ്റെയും അടുത്തേക്ക് ഉണ്ണിക്കണ്ണൻ ഓടി വന്നു. കുന്തി ദേവി കണ്ണനെ വാരിപ്പുണർന്നു. എന്നിട്ട് തൻ്റെ കയ്യിലെ മാല കണ്ണനെ അണിയിച്ചു. കുന്തി ദേവി സ്നേഹത്തോടെ അണിയിച്ച ആ മാല കണ്ണനെ വളരെ ഇഷ്ടമായി. ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കുന്തി ദേവിയോട് പറഞ്ഞു, അമ്മേ, ഈ മാല കണ്ണനെ വളരെ ഇഷ്ടമായി. ഇതൊരിക്കലും വാടില്ല. എക്കാലവും എൻ്റെ കഴുത്തിൽ കിടക്കുക തന്നെ ചെയ്യും. കുന്തി ദേവി അണിയിച്ച ആ മാലയാണ് പിന്നീട് വനമാല എന്ന പേരിൽ പ്രശസ്തമായത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.